തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇതാ മാഡം. എല്ലാ ഐറ്റവും ഉണ്ടല്ലോ. മാഡം പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരി. കവിമോനെ എഴുന്നേക്ക്. എന്തിനാ മുത്തശ്ശി? ദേ ഈ ഗ്ലാസ്സില് ഇളനീരുണ്ട്, മറ്റേ ഗ്ലാസ്സില് തണ്ണിമത്തൻ ജ്യൂസ്, ദോ ഇതില് ലെമൺ ജ്യൂസ്, ഈ ഗ്ലാസ്സിലും മോരുണ്ട്. ഇതെല്ലാം കുടിച്ചാലേ ദേഹത്തെ ചൂട് മാറി മൊത്തം തണുക്കും. ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് കുടിച്ചാലേ ചൂട് കുറയല്ല, ലൂസ് മോഷൻ ആവത്തേ ഉള്ളൂ. എന്താ എന്നെ ബാത്റൂമിൽ കൊണ്ട് കിടത്തണോന്നാ? അതിനുള്ള പ്ലാനാണോ? ആഹാ, അങ്ങനെയല്ല കവിമോനെ. അമ്മേ, ഇങ്ങനെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കൊടുക്കല്ലേ. എല്ലാം കൂടെ ഒന്നിച്ചു കൊടുത്താ അവൻ എങ്ങനെയാ കുടിക്കുക? കവിൻ, ഇപ്പോ ഇളനീര് കുടിക്കേ. വാ, എഴുന്നേക്ക്. ഇതാ മാഡം. ചൊറിയാൻ പാടില്ല, ചൊറിയാൻ പാടില്ല. കുടിക്കണം. ടേസ്റ്റ് ഉണ്ടോ? കുടിക്കടാ, മുഴുവൻ കുടിക്കുക. കവിനെ ഞങ്ങള് നോക്കിക്കോളാം. നീ എന്തിനാ വയ്യാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ? പോയി റെസ്റ്റ് എടുക്ക്, അല്ലെങ്കിൽ തന്നെ നിന്റെ കണ്ണ് വിങ്ങിയിരിക്കുക. അതൊക്കെ ശരിയായ അമ്മേ, ഡോക്ടർ പറഞ്ഞല്ലേ, എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. എനിക്ക് നിലയെ ഒന്ന് കാണണമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊന്ന് പോയിട്ട് കണ്ടിട്ട് വന്നോട്ടെ. നിങ്ങൾ കവനി ശ്രദ്ധിക്കും. ഞാൻ വരുന്ന കാര്യം ഒന്ന് അവളുടെ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് വരാം. മുഴുവൻ കുടിക്കടാ. നീ ചെല്ല്, കുടിക്ക്, വേഗം കുടിക്ക്. അയ്യോ, വിക്രമിന്റെ ഫോണാണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? ഒന്ന് എടുത്തു നോക്കിയല്ലോ. എന്നെ വിളിക്കുന്നു. എടാ, ഈ വിക്രം ഫോൺ ചെയ്തോണ്ടിരിക്കുവല്ലോ. എടുത്താലും കുഴപ്പം, എടുത്തില്ലേലും കുഴപ്പമാവും. എന്തായാലും എടുത്തു നോക്കാം. പറമോനെ. അമ്മേ, ഞാൻ നിലയെ കാണാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. അത് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാന്ന് കരുതി. അയ്യോ, നിലയെ കാണാൻ വരുന്നോ? അതിനെന്തിനാ ഇത്ര അതിശയം? അല്ല മോനെ, മോനെന്തിനാ ഇത്ര ബുദ്ധിമുട്ടി വരുന്നേന്നാ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇന്നലെ രാത്രി തൊട്ട് നിലയെ പറ്റിയുള്ള ചിന്ത എനിക്ക്. ഞാൻ വീട്ടിൽ വന്നൊന്ന് കണ്ടോട്ടെ? മോനെ, ഞങ്ങളിപ്പോ വീട്ടിലില്ല. വീട്ടിലില്ലെങ്കിൽ വേറെ എവിടെയാ ഉള്ളത്? ഇപ്പൊ ഹോസ്പിറ്റലിലാ ഉള്ളത്. ഹോസ്പിറ്റലിലോ? എന്താ ആർക്കാ പ്രശ്നം? അത് എനിക്ക് BP കുറച്ച് കൂടിയതാ മോനെ. ഇല്ലല്ലോ, നിങ്ങളിങ്ങനെ ആലോചിച്ച് പറയുന്നതുകൊണ്ട് എന്നോടെന്തോ പറയാൻ മറയ്ക്കുന്ന പോലെയും കള്ളം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇവൻ ആവശ്യമില്ലാത്തതൊക്കെ കണ്ടുപിടിക്കുമല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? അമ്മേ, സത്യം പറ. നിലമോൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആണോ? അത് പിന്നെ ആ നീല എന്നുള്ള കുട്ടിക്കുള്ള മെഡിസിൻ ഒക്കെ ഫാർമസിയിൽ നിന്ന് വാങ്ങിയിട്ട് വരണം. ഒന്ന് വേഗം കൊണ്ടുവരണേ. പിടിച്ചേ, കറക്റ്റ് സമയത്ത് തന്നെ. അമ്മേ, എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയാൻ ശ്രമിക്കുന്നത്? നിലമോൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്താ പറ്റിയത്? മോനെ, ഇന്നലെ രാത്രി നിലമോള് പെട്ടെന്ന് കരയാൻ തുടങ്ങി. അവിടെ നടന്ന സംഭവങ്ങളൊന്നും അവളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവള് കുഴിയിൽ വീണ കാര്യവും പാമ്പ് കൊത്താൻ വന്ന കാര്യമൊക്കെ അവളുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. അവൾ ഒരുപാട് പേടിച്ച് പെട്ടെന്ന് നിർത്താണ്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് പനിയും കൂടി ബോധം കെട്ടും വീണു. ഞങ്ങളാണെങ്കിൽ ആകെ പേടിച്ചിട്ട് രാത്രി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. എന്താ അമ്മേ ഇത്? ഇത്രയൊക്കെ നടന്നിട്ട് നിങ്ങൾ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് മോനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഒന്ന് പോ അമ്മേ, ഞാൻ ദാ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരിക. മോനെ, ഇപ്പൊ നിലമോൾക്കൊന്നുമില്ല. ഡോക്ടർ വന്നിട്ട് പോയേ ഉള്ളൂ. ഉടനെ തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലോട്ടും പോവും. കുറച്ച് സമയം എന്ന് പറഞ്ഞ എത്ര മണി വരെ? അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോട്ടെ? അയ്യോ,
എടാ വിക്രം വീട്ടിലോട്ട് വരാതാ പറയുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യും? അമ്മേ അമ്മേ കേൾക്കുന്നില്ലേ? ആ ഉണ്ട് മോനെ ഉണ്ട്. അല്ല മോനൊരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിലമോളെ കാണാൻ വന്നാ പോരെ? അല്ല മോനിപ്പോ സുഖമില്ലാണ്ടിരിക്കല്ലേ, വെറുതെ എന്തിനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്? അതുകൊണ്ട് ചോദിച്ചതാ. അമ്മേ എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. എനിക്ക് നിലയെ കാണണം തോന്നുക. അത് മാത്രമല്ല, കവിനിപ്പോ ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കോ. അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിലയെ കാണാൻ വരുമെന്ന് പറഞ്ഞാ അപ്പൊ ആലോചിച്ച് നോക്ക്. എനിക്ക് നിലമോളെ അത്രയ്ക്ക് അധികം ഇഷ്ടം അമ്മേ. അവിടെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ വന്നൊന്ന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിഷമാവും. മോനെ എന്താ പറഞ്ഞേ? കവിന് ചിക്കൻ ബോക്സ് ആണെന്നോ? എന്താ അതെ അമ്മേ, രാവിലെയാ ഞങ്ങൾ തന്നെ അറിഞ്ഞത്. അയ്യോ, ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? മുഖത്തൊക്കെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. വേപ്പിലല്ല ഇപ്പൊ കിടത്തിയിരിക്കുന്നത്. അയ്യോ മോനെ, നീ അവന്റെ അടുത്ത് തന്നെ ഇരുന്ന് നോക്ക്. ശരി അമ്മേ, ഞാനിപ്പോ നിലയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരിക. വേണ്ട മോനെ, മോന് ഈ സമയത്ത് കവിന്റെ കൂടെ ഇരിക്കേണ്ടത്. എന്താ അമ്മ ഇത്? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോ എന്നെ തടയല്ലേ. ഏത് ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് പറ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. മോനെ, ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത്. കവിൻ മോന് ചിക്കൻ ബോക്സ് ആണെന്നല്ലേ പറഞ്ഞത്? ഈ സമയത്ത് അവനെ നോക്കാതെ മോൻ ഇങ്ങോട്ട് വരുന്നത് ശരിയാണോ മോനെ? അതൊക്കെ എന്തിനാ നിങ്ങൾ ആലോചിക്കുന്നത്? കവിനെ നോക്കാനായിട്ട് എന്റെ വീട്ടിലുള്ള സകല ആളുകളും അവന് ചുറ്റിലുണ്ട്. കവിനും നിലമല പോയി കണ്ടിട്ട് വരാനാ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വരിക. നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണെന്നൊന്ന് പറ. ഞങ്ങളിപ്പോ SK ഹോസ്പിറ്റലിലാ. ശരി, ഞാൻ ഉടനെ വരാം.